അമ്മു, നീ എന്റെ പേര് മറന്നിട്ടില്ലല്ലേ? ഇല്ല, ഞാനൊന്നും മറന്നിട്ടില്ല. ഉവ്വ്, മനസ്സിലായി. വരൂ. ആരെങ്കിലും പറയണത് കേട്ട് രഘുവേട്ടൻ വെറുതെ പറയുന്നവര് പറഞ്ഞോട്ടെ, ഇനി അതൊന്നും പ്രശ്നമല്ല. നീ ഇങ്ങോട്ട് വന്നേ. വാ. മുഖമൊന്ന് നിവർത്ത്. എന്നെ ഞാനൊന്ന് നേരെ ചൊവ്വേ കാണട്ടെ. കേശുവിന്റെ ഭാര്യയിലോട്ട് കത്തി കയറ്റുമ്പോഴും കൊല്ലാനുള്ള കൊതിയല്ലായിരുന്നു, നിന്നെ സ്വന്തമാക്കാനുള്ള വെറിയായിരുന്നു പെണ്ണെ മനസ്സിൽ. ആ വെറി ഇപ്പോഴും തീർന്നിട്ടില്ല. മൂന്ന് കൊല്ലായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല, അറിയോ? അവന്റെ എച്ചിലായി പോയെങ്കിലും ഒരു കാലത്ത് നിന്നെ ഞാൻ കൊതിച്ചു പോയല്ലോടി. അവനെ കൊന്ന് കടലിൽ താഴ്ത്തുന്നതിന് മുമ്പേ നിന്നെ എനിക്ക് വേണം. അവനിത് കാണണം.
പറയണ മാപ്പ, 3 വർഷം നിനക്ക് വേണ്ടി കണ്ണീരോടെ കാത്തിരുന്ന പെണ്ണാണിത്. പറയാൻ എനിക്ക് ഇയാളെ സ്നേഹിക്കാൻ കൊള്ളുകയല്ല. ഇനി എന്നും എനിക്ക് ഇയാളെ കാണണ്ട. കേട്ടാ അമ്മു പറഞ്ഞത് കേട്ടാ? അവക്ക് നിന്നെ വേണ്ടാന്ന്. അവക്ക് വേണ്ടാത്ത നിന്നെ ഇവിടെ ആയിരിക്കും വേണ്ട. ഒക്കോ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോ. അവന്റെ കൈ കൊണ്ട് നീ ചാകാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇവനെ എനിക്ക് വേണം. ഒക്കോ ഓടാ ഫോൺ ഒക്കോ. മുണ്ടാണ്ട് തലതാഴ്ത്തി പോണത് കണ്ട് സന്തോഷിക്കേണ്ട കേട്ടാ. വിഷമുള്ള ഇനമാണ്, കൂട്ടിക്കണം. അതെ, നിങ്ങൾ രണ്ടുപേരും ഇനി ഇവിടെ താമസിക്കേണ്ട കേട്ടാ. എന്റെ പുരയിലേക്ക് പോലും ഒന്നുമില്ലേലും കണ്ണും വെട്ടത്തുണ്ടാവുമല്ല. എടാ പാപ്പി, ഇങ്ങനെ എപ്പോഴും ഒരു കണ്ണുണ്ടാവണം കേട്ടാ. ഒക്കെ ആ നാരിയുടെ കുത്തിത്തിരിപ്പാ. ആരുടെ? ആ ചാർലിയുടെ. എട്ടപ്പാന്റെ കയ്യിൽ തഴമ്പ് വീണത് തൊയയും പങ്കായവും പിടിച്ചു തന്നെ. കൈ നിവർത്തുന്നു തന്നാ നീ താങ്ങുകയില്ല. കൊറേ നാളായി കലക്ക വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുകയാണ്. അത് വേണ്ട, നിർത്തിക്കോ. എന്റെ കൊക്കെ പ്രാണനുണ്ടെങ്കിൽ പള്ളിപ്പെരുന്നാൾ നാടകം തട്ടേക്കായിരുന്നു. അമ്മു ആന്റോയും ഞാനും കളിക്കുകയും ചെയ്യും. നീ തടയുകയില്ല. തടയാൻ വന്നാ പിന്നെ നീ ഉണ്ടാവുകയില്ല. എത്തപ്പാനാ പറയണേ. നാടകം തട്ടേക്കയറുമായിരിക്കും, പക്ഷേ ആന്റോ തലയോടെ നാടകം കളിക്കാൻ ഉണ്ടാവുകയല്ല. ഞാൻ പറയണ ചുമ്മാ പിന്നെ നിന്റെ തന്തവണ വഴത്തില്ല. പോടാ നീ കിട്ടുവാ. ആശാനോട് നേരിട്ട് കൊടുക്കാൻ ഞാനില്ല, അത് ശരിയാവില്ല. നീ എന്ന് പിന്നെ അവിടെ ചെന്ന് അടിയുണ്ടാക്കി നാണം കെട്ട അലമ്പായത്. അവരാരെങ്കിലും ഒരു കാൽപ്പായ കടലാസ് എഴുതി പോലീസ് കൊടുത്താൽ നീ മാത്രമല്ല ഞാനും തൂങ്ങണം. നാടകം കളിക്കുന്നത് എനിക്ക് ക്ഷീണമാണ്, പക്ഷേ എന്ന് കരുതി കൊല്ലിനും കൊലയ്ക്കൊന്നും ഞാനില്ല. നീ ഇവിടെ ഇങ്ങനെ നിൽക്കാണ്ട് വേഗം സ്ഥലം വിട്. എടാ, കണക്ക് തീർക്കാണ്ടേ ഒരിടത്തൊന്നും രഘു മടങ്ങിയിട്ടില്ലടാ. ഇനിയിട്ട് മടങ്ങുകയില്ല. ചങ്കുറപ്പില്ലാത്ത ഒരുത്തന്നെ തുണ ഈ രഘുവിന് വേണ്ട. മോളെ ഇങ്ങ് വന്നേ. നിന്നെ ഒരുത്തന്റെ കൂടെ പറഞ്ഞു വിട്ട ചുമതല കഴിഞ്ഞു എന്നാ ഞാൻ കരുതിയേ. ഇല്ല, എത്തപ്പാനിപ്പോ ഒന്നല്ല 2 മക്കള്. ഇങ്ങോട്ട് വാ. മോള് വിഷമിക്കാതെ. രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. അവന്റെ കൂടെ കഴിയുന്നതിലും ഭേദം എന്നെ കുല്ലിക്ക് കൊടുക്കണതാ.
നീ അതങ്ങാട്ട് മറക്ക്. ഒരു ചീത്ത സ്വപ്നം കണ്ടു എന്ന് കരുതിയാ മതി. തെണ്ണം കാണും. അത് മറക്കാൻ ദൈവം കൊണ്ടെത്തുന്ന വഴിയാ ഈ നാടകവും അഭിനയവും ഒക്കെ. സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറയുന്നടാ. നീയ് എന്റെ ലിസമോള് എവള്. ഈശോയെ, നിന്നോട് ഞാൻ എങ്ങനെ നന്ദി പറയും? എന്റെ പിതാവ് ഫിലിപ്പ് ചക്രവർത്തി ഒറ്റയ്ക്ക് പൊരുതി നേടേണ്ട യുദ്ധമല്ലിത്. വിദൂരമായ പോർക്കളങ്ങളിലെ കാഹളധ്വനി എന്റെ കാതുകളിൽ മുഴങ്ങുന്നു. ഇനിയും കീഴ്പ്പെടുത്താനുള്ള അന്യ സാമ്രാജ്യങ്ങളുടെ വിരിമാറിലേക്ക് കുതിക്കുവാൻ എന്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. എല്ലാം ഒരു കൊടിക്കീഴിലാക്കാം. അലക്സാണ്ടർ രാജകുമാരൻ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയായി തിരിച്ചു വരുന്നതുവരെ ഈ ദാസി കാത്തിരിക്കും. കോട്ടകൊത്തളങ്ങൾ സ്വന്തമാക്കാനുള്ള സാമ്രാജ്യമോഹമല്ല പ്രിയേത്. എന്റെ ഗുരുവര്യൻ അരിസ്റ്റോട്ടിലിന്റെ, നിന്റെ പിതാവിന്റെ സ്വപ്നമാണ് ഫിലിപ്പ് ചക്രവർത്തി സ്വന്തമാക്കിയത്. അത് സാക്ഷാത്കരിക്കുകയാണ് എന്റെ ജന്മലക്ഷ്യം. യവന സംസ്കാരത്തിന്റെ ദീപശിഖ വിശ്വമെങ്ങും കൊളുത്തിയിട്ടേ ഈ അലക്സാണ്ടർ മടങ്ങി വരും. മഹാനായ അലക്സാണ്ടർ രാജകുമാര, അറിയപ്പെടാത്ത പോർക്കളങ്ങളിൽ വിശ്വം ജയിച്ചു മുന്നേറുമ്പോൾ എന്നും നീ ദാസിയുടെ പ്രാർത്ഥന അങ്ങേക്ക് കാവലായി ഉണ്ടാകും. നന്ദി പ്രിയ. എനിക്ക് നൽകാവുന്ന ഏറ്റവും നല്ല യാത്രാമംഗളമാണ് നിന്റെ ചുണ്ടുകൾ ഉരുവിട്ടത്. രാജകുമാരൻ തിരുമനത്തിന് യാത്രയ്ക്ക് പേരൊരുങ്ങി. അകമ്പടി സംഘം യാത്രാസജ്ജമായി കാത്തുനിൽക്കുന്നു. നാം ഇതാ പുറപ്പെടുകയായി. എല്ലാ ലക്ഷ്യങ്ങൾക്കും അപ്പുറത്ത്, എല്ലാ ജയങ്ങൾക്കും ഒടുവിൽ നാടകം തട്ടേ കയറുമായിരിക്കും. പക്ഷേ ആൻഡോ തലയോടെ നാടകം കളിക്കാൻ ഉണ്ടാവുകയല്ല. ഒടുവിൽ അലക്സാണ്ടർ മാത്രമാകുന്ന നിമിഷങ്ങളിൽ എന്റെ മനസ്സിൽ ആദ്യം തെളിയുന്ന ചിത്രം നിന്റേതായി. മനസ്സിന്റെ കിതപ്പ് പങ്കിട്ട തോടി അലക്സാണ്ടറുടെ ആൻഡോടെ മുകളിൽ എപ്പോഴും ഒരു കണ്ണ് വേണം കേട്ടാ. സ്റ്റേജിലായാലും ഗ്രീൻ റൂമിലായാലും. അപ്പോ ഈ ദാസി ധന്യയായി രാജകുമാര, ധന്യയായി. സഹൃദയരായ സുഹൃത്തുക്കളെ, അടുത്ത ഒരു രംഗത്തോടുകൂടി ഈ നാടകം പരിസമാപിക്കുകയാണ്. ഫിലിപ്പ് രാജാവ് അംഗരക്ഷകന്റെ വേഷത്തിൽ കൊട്ടാരത്തിൽ നുഴഞ്ഞു കയറിയ ശത്രുചാരന്റെ കുത്തേറ്റ് വീഴുന്നു. ആ കർമ്മയോഗി തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ദൗത്യം അലക്സാണ്ടറുടെ കരങ്ങളിൽ ഭദ്രമെന്ന കൃതാർത്ഥതയോടെ ആ മടിയിൽ കിടന്ന് മരണത്തെ പുൽകുമ്പോൾ പാരമ്പര്യ ശീലുകൾക്കൊത്തുള്ള ഒരു പരിസമാപ്തിയിലേക്ക് മുതിരാതെ നാടകത്തിന് തിരശ്ശീല വീഴുന്നു. ഈ നാടകത്തിന്റെ തുടർന്നുള്ള സമാപ്തിയിൽ വളർച്ചയുമാണ് പിന്നീട് ലോകമെമ്പാടും പാടിപ്പുകഴ്ത്തിയ മഹാനായ അലക്സാണ്ടറിന്റെ വീരഗാഥ. ആരാത്? ഞങ്ങളെല്ലാം റെഡിയാണ് കേട്ടാ.
രഘു ഏ അവൻ പോയി. എവിടെ? അവൻ പോയെന്ന്. അപ്പാ, അയ്യോ ചോര! അപ്പാ, അപ്പാ, അപ്പാ! അയ്യോ, അപ്പാ! നാടകം നടക്കണം. അപ്പാ, ചോര! അപ്പാ! അയ്യോ വേണ്ട, വേണ്ട, നാടകം മുടങ്ങരുത്. വേണ്ട, നാടകം നടക്കണം. അലക്സാണ്ടർ വരാൻ എന്തേ താമസം? രാജകുമാരൻ പുറപ്പെട്ടിട്ടുണ്ട് തിരുമനസേ. നീയോ? നമ്മുടെ അംഗരക്ഷകനായ ലൂസിഫസ് എവിടെ? ലൂസിഫസിന് ദീനമാണ്. പകരക്കാരനായ അടിയനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. നിന്റെ പേര്? ഫെഡറസ്. ഫെഡറസ്, യാത്രാസന്നാഹങ്ങളെല്ലാം സജ്ജമല്ലേ? അതേ തിരുമനസേ. അലക്സാണ്ടർ എത്തിയാലുടൻ പുറപ്പെടുകയായി. നീ കേൾക്കുന്നില്ലേ താഴെ മുഴങ്ങുന്ന ആർപ്പുവിളികൾ? തിരുമനസേ. മാസിഡോണിയുടെ വിജയമാണിന്നവർ കൊണ്ടാടുന്നത്. ഫിലിപ്പ് ചക്രവർത്തിയുടെ ജയഭേരിയുടെ മുന്നിൽ ഏതൻസിലെ ജനാധിപത്യവാദികളുടെ സ്വരം എവിടെ? ചെന്നോയെന്നാണ് വാക്കിന്റെ അർത്ഥം. അതിവിടെ സത്യമായി. യവനശക്തിയുടെ കാവൽ ദൈവങ്ങളെ, എനിക്കൊരല്പമായുസ് ബാക്കി തരും. അംഗമോതിരവും ഉടവാളും അണിയിച്ച് അലക്സാണ്ടറെ അഭിഷിക്തനാക്കാൻ. തിരുമനസേ, വരൂ അലക്സാണ്ടർ. അങ്ങേക്ക് എന്ത് പറ്റി? ധീരനായ പോരാളിയുടെ മരണം ചോര വീഴ്ത്തിക്കൊണ്ടായിരിക്കും. നീ കൃത്യസമയത്ത് തന്നെ എത്തി. നാം തുടങ്ങി വച്ചത് പൂർത്തിയാക്കാൻ യവന പ്രവിശ്യകൾക്കപ്പുറത്ത് കിഴക്കിന്റെ അതിരുകളോളം നമ്മുടെ സാമ്രാജ്യത്തിന്റെ അതിർത്തി കൊണ്ടെത്തിക്കാൻ ഇനി നീയുണ്ട്. എനിക്ക് സമാധാനമായി മരിക്കാം. കാലത്തിന്റെ കണക്കെഴുത്തിൽ മാസിഡോണി എന്ന കൊച്ചു പ്രവിശ്യയുടെ രാജാവായ ഫിലിപ്പായല്ല ഞാൻ ഓർമ്മിക്കണം. ലോകം കീഴടക്കുന്ന മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ജന്മം കൊടുത്ത ഫിലിപ്പാണ് ഞാൻ. എന്റെ ജന്മം സഫലമായി മകനേ. തിരുമനസേ, തിരുമനസേ, തിരുമനസേ. എടാ ആശാൻ പെരിക്കത് കണ്ട? എനിക്ക് രോമം എടുത്ത് പിടിച്ച് കേട്ടാ. തട്ടയിൽ കയറിയ ആശാൻ എങ്ങനാണ്? അപ്പാ, ആശാന് അപ്പാ, അപ്പാ, അപ്പാ.
വലിയ സ്വപ്നം എന്താണെന്ന് അറിയാമടാ ആൻഡോ? വലിയൊരു പുരുഷാരത്തിന്റെ മുമ്പിലെ സ്റ്റേജില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ മേക്കപ്പോടെ കർത്താവ് വിളിച്ചങ്ങ് പോകണേ. ഞാനും കേട്ടേ ഞാനും കണ്ടേ അവനവൻ ഇന്ന് കിളമ്പിയ നേരത്തിന്റെ കിനാവിലൊരമ്പിളി വള്ളമിറങ്ങിയൊരുങ്ങിയ നങ്ങിയ രമ്പിയ കമ്പടി കൂടാനത്തിലും ഇത്തിലും ആടം മാനത്തോണികൾ ഒഴുകി തുള്ളി ഉറഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു താളത്തരികിട വിനുദത്തെ കണ്ടട് വലയട് പറയട് വട